നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. വികസനം എന്ന മുദ്രാവാക്യം BJP മുന്നോട്ട് വയ്ക്കുമ്പോൾ വിനാശകരമായ മുദ്രാവാക്യങ്ങളാണ് LDFും UDFും മുന്നോട്ട് വയ്ക്കുന്നതെന്ന് BJP ജനറൽ സെക്രട്ടറി MT രമേശ്. സംഗീത സംവിധായകൻ ഔസേപ്പച്ചനും ഇടതു സഹയാത്രികൻ ഫക്രുദ്ദീൻ അലിയും BJP വേദിയിൽ. പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് പുനരാരംഭിച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് നിബന്ധനകളോടെയാണ് ടോൾ പിരിവ് പുനരാരംഭിച്ചത്. ടോൾ പിരിവ് ആരംഭിച്ചത് 72 ദിവസത്തിന് ശേഷം. KPCC പുനഃസംഘടനയിൽ സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കാത്തതിൽ വിഷമമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. K മുരളീധരൻ അതിർത്തിയിൽ താൻ അഭിപ്രായം പറയുന്നില്ലെന്നും VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തന്നെ കുടുക്കിയെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി. സ്വർണ്ണപ്പാളി മോഷണം പോയത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ അറിവോടെയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കെട്ടിട വാടക നൽകാത്തതിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ ഒരു വിഭാഗം അംഗൻവാടി ജീവനക്കാർ സമരത്തിൽ. പുഴയ്ക്കൽ അഡീഷണൽ തൃശൂർ അർബൻ 1 പ്രോജക്റ്റിലെ അംഗൻവാടി ജീവനക്കാരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവാവ് മരിച്ച സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഡോക്ടറുടെ ചികിത്സാ പിഴവിനെ തുടർന്നാണ് മരണമെന്ന് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള 124.5 പോയിന്റുമായി ചാലക്കുടി മുന്നേറ്റം തുടരുന്നു. 120 പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല 2ാം സ്ഥാനത്ത്. കായികമേള ശനിയാഴ്ച സമാപിക്കും. വാർത്തകളിലേക്ക് വിശദമായി. വികസനം എന്ന മുദ്രാവാക്യം BJP മുന്നോട്ട് വയ്ക്കുമ്പോൾ വിനാശകരമായ മുദ്രാവാക്യങ്ങളാണ് LDFും UDFും മുന്നോട്ട് വയ്ക്കുന്നതെന്ന് BJP ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. തൃശൂരിന്റെ വികസനം BJPയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തി തൃശൂർ കോർപ്പറേഷന്റെ 4 മേഖലകളിൽ നിന്ന് BJP സംഘടിപ്പിച്ച വികസന മുന്നേറ്റ യാത്രയുടെ സമാപന സമ്മേളനം കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസനം എന്നുള്ള മുദ്രാവാക്യം BJP മുന്നോട്ട് വെക്കുമ്പോൾ വിനാശകരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് LDFും UDFും മുന്നോട്ട് വെക്കുന്നത്. വിനാശം എന്നുള്ളതാണ് ഈ ഇരു മുന്നണികളുടെയും മുദ്രാവാക്യമായി അവർ മുന്നോട്ട് വെക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുവാൻ, സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുവാൻ, കലാപങ്ങൾ ഉണ്ടാക്കുവാൻ, ആ കലാപത്തിലൂടെ സംഘടിതമായിട്ടുള്ള മതവിഭാഗത്തിന്റെ വോട്ട് ബാങ്ക് സമാഹരിച്ച് എങ്ങനെയെങ്കിലും ജയിച്ചു കയറാമെന്നുള്ള സൂത്രവാക്യമാണ് കേരളത്തിലെ ഇരു മുന്നണികൾക്കും LDFനും UDFനും ഉള്ളത്. ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുവാനും സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുവാനും അതിലൂടെ സംഘടിതമായ മതവിഭാഗത്തിന്റെ വോട്ട് ബാങ്കുകൾ സമാഹരിച്ച് എങ്ങനെയെങ്കിലും ജയിച്ചു കയറാനുമുള്ള സൂത്രവാക്യമാണ് ഇരു മുന്നണികൾക്കും ഉള്ളത്. തൃശൂർ നഗരത്തിന്റെ വികസന മുരടിപ്പ് എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കോർപ്പറേഷൻ ഭരിക്കാൻ BJPക്ക് അവസരം നൽകണമെന്നും MT രമേശ് അഭ്യർത്ഥിച്ചു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ V ആതിര അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ വില്ലടത്തു നിന്നും, സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ചേറ്റുപുഴയിൽ നിന്നും, എറണാകുളം മേഖലാ പ്രസിഡന്റ് A നാഗേഷ് തൈക്കാട്ടുശ്ശേരിയിൽ നിന്നും, തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് കുട്ടനെല്ലൂരിൽ നിന്നും നയിച്ച ജാഥകളാണ് കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സമാപിച്ചത്. TCV തൃശൂർ. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ BJP വേദിയിൽ. വില്ലടത്ത് BJP വികസന മുന്നേറ്റ ജാഥയിലാണ് ഔസേപ്പച്ചൻ എത്തിയത്. ഇടതു സഹയാത്രികൻ ഫക്രുദ്ദീൻ അലിയും ഇതേ വേദിയിലെത്തി. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ B ഗോപാലകൃഷ്ണൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയിലാണ് ഔസേപ്പച്ചൻ എത്തിയത്. ഭാരതത്തിനായി ഒരേ ചിന്തയിൽ പ്രവർത്തിക്കണമെന്ന് ഔസേപ്പച്ചൻ പറഞ്ഞു. പോസിറ്റീവ് രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന ആളാണ് താനെന്നും സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടമാണെന്നും ഫക്രുദ്ദീൻ അലി പറഞ്ഞു. ഔസേപ്പച്ചനെയും ഫക്രുദ്ദീൻ അലിയെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് BJP സ്ഥാനാർത്ഥികളെ മത്സരിക്കാൻ ഗോപാലകൃഷ്ണൻ ക്ഷണിച്ചു. അതേസമയം BJP വികസന മുന്നേറ്റ യാത്രയെ അഭിവാദ്യം ചെയ്ത് കലാഭവൻ നൌഷാദും രംഗത്തെത്തി. A നാഗേഷ് നയിച്ച മുന്നേറ്റ യാത്രയിൽ കൂർക്കഞ്ചേരിയിൽ വെച്ചാണ് നൌഷാദ് ജാഥയെ അഭിസംബോധന ചെയ്തത്. പാലിയേക്കരയിൽ വീണ്ടും ടോൾ പിരിവ് തുടങ്ങി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് 72 ദിവസമായി നിർത്തിവച്ചിരുന്ന ടോൾ പിരിവ് പുനരാരംഭിച്ചത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഉപാധികളോടെയാണ് ടോൾ പിരിവ് ആരംഭിച്ചത്. സെപ്റ്റംബർ 1 ടോൾ നിരക്ക് പുതുക്കിയെങ്കിലും ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പഴയ നിരക്കിലാണ് പിരിവ് നടക്കുന്നത്. ടോൾ പിരിവ് ആരംഭിച്ചതോടെ തൃശൂർ ഭാഗത്തേക്കുള്ള ബൂത്തുകളിൽ വാഹനനിര നീണ്ടു. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിനെ തുടർന്ന് ഓഗസ്റ്റ് 6 പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്.
ഹൈക്കോടതി ഉത്തരവിനെതിരെ ദേശീയപാത അതോറിറ്റിയും കരാറുകാരും സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധി ലഭിച്ചില്ല. അതിനുശേഷം ഒട്ടേറെ തവണ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ അടിപ്പാത നിർമ്മാണം മൂലമുള്ള രൂക്ഷമായ ഗതാഗതക്കുരുക്കും സുരക്ഷാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി ആവശ്യം നിരസിക്കുകയായിരുന്നു. സർവീസ് റോഡിലൂടെയുള്ള ഗതാഗതം നിലവിൽ സുഗമമാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചതോടെയാണ് ടോൾ പിരിവ് പുനരാരംഭിക്കാൻ കോടതി അനുമതി നൽകിയത്. ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാക്ലേശങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കേസിൽ തീർപ്പാക്കുന്നില്ലെന്നും സുരക്ഷാ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യമായ സമയങ്ങളിൽ പരിശോധിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഹർജി 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. TCV ന്യൂസ്, പുതുക്കാട്. പാലിയേക്കര ടോൾ പിരിവ് പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി വിധി നിരാശാജനകമാണെന്ന് ഹർജിക്കാരൻ ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. ഹൈക്കോടതി വിധി സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത ഉൾക്കൊണ്ടല്ലെന്നും ഷാജി കോടങ്കണ്ടത്ത് ചൂണ്ടിക്കാട്ടി. സുഗമമായ ഗതാഗതം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, യാത്ര ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ടോൾ പിരിക്കരുത്. ടോൾ പിരിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് റോഡിലെയും സർവീസ് റോഡിലെയും സ്റ്റേറ്റ് ഹൈവേ കൂടെ അല്ല പോകേണ്ടത്. അത് ദേശീയപാതയിലൂടെ സുഗമമായി പോകണം. ഇപ്പോൾ 4 വെഹിക്കിളാണ് അണ്ടർപാസിൻ്റെ പണി നടക്കുന്നത്. ഒക്ടോബറിൽ പൂർത്തീകരിക്കേണ്ട. അത് പൂർത്തീകരിക്കാത്ത കുറ്റം ആരുടെ ഭാഗത്ത? ദേശീയപാത അതോറിറ്റി, കരാർ കമ്പനിയുടെ ഭാഗത്താണ്. എന്നിട്ട് അത് ജനങ്ങളുടെ മേത്ത് അടിച്ചേൽപ്പിക്കുക. ശരിക്കും യഥാർത്ഥ ലൂസേഴ്സ് ജനങ്ങളും യാത്രക്കാരുമാണ് എന്ന് കോടതി ഇന്ന് തന്നെ അത് വിധി പ്രഖ്യാപിക്കുമ്പോൾ പറഞ്ഞു കോടതിക്ക് ബോധ്യമുണ്ട്. KPCC പുനഃസംഘടനയിൽ സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കാത്തതിൽ വിഷമമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തൃശൂരിൽ പറഞ്ഞു. മുൻ തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ ജനറൽ സെക്രട്ടറിയെ നിയമിച്ചതിൽ K മുരളീധരൻ അതൃപ്തി പ്രകടിപ്പിച്ചതും മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിക്കാതെയാണോ പുനഃസംഘടന നടന്നതെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും സംഘടനാ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അത് പാർട്ടി ദേശീയ നേതൃത്വവും ആലോചിച്ച് ചെയ്തിരിക്കുന്ന ഒരു വിഷയം. ഞാനതിലൊരു കമൻറ്റും പറയുന്നില്ല. എനിക്ക് ആകെയുള്ളൊരു ചെറിയ വിഷമം KPCCയുടെ സെക്രട്ടറിമാരെ അനൗൺസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള. കാരണം ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പാർട്ടിക്കകത്തുണ്ട്, ഒരുപാട് കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവരെയും കൂടി ഒന്ന് അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടുള്ള KPCC സെക്രട്ടറിമാരുടെ പട്ടികയും കൂടി വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം മാത്രമേ ഞാനതിൽ പങ്കുവയ്ക്കുന്നത്. KPCC പുനഃസംഘടനാ ലിസ്റ്റിനെ പരിഹസിച്ച മന്ത്രി V ശിവൻകുട്ടിയോട് CPM സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഇതിലും കൂടുതൽ ആളുകളുണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. വെല്ലുവിളിക്കുന്നു ശിവൻകുട്ടിയെ. ഇപ്പൊ ഞങ്ങൾ അനൗൺസ് ചെയ്തതിനേക്കാൾ കൂടുതൽ അംഗങ്ങൾ അവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും സെക്രട്ടേറിയറ്റ് മെമ്പർമാരും കൂടി ഒന്ന് എണ്ണി നോക്കാൻ പറയാം. അത് അറിയണം. സംസ്ഥാന കമ്മിറ്റി ഇരിക്കുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര പേരുണ്ടെന്ന് അറിയണം. എന്നിട്ട് വേണം വേറെ വല്ലവരെയും ചൊറിയാൻ പോകാൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തു. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ മാസം 30 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 10 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത് ദേവസ്വം ബോർഡിന്റെ സഹായത്തോടെയാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണപ്പാളി മോഷണം പോയത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ അറിവോടെയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോറ്റിയുടെ അറസ്റ്റ് വൈകി. പോറ്റിയും അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും നല്ല ബന്ധമാണ്. ശരിയായ അന്വേഷണം നടന്നാൽ മുൻ മന്ത്രിയും ദേവസ്വം ബോർഡും പ്രതികളാകും. കൂട്ടുകച്ചവടത്തിനായി വീണ്ടും പോറ്റിയെ കൊണ്ടുവരാൻ വരെ ശ്രമം നടത്തി. ഇനി ശബരിമലയിൽ നിന്ന് അടിച്ചുകൊണ്ടുപോകാൻ ഭഗവാന്റെ തങ്കവിഗ്രഹം മാത്രമേ ഉള്ളൂവെന്നും സതീശൻ പറഞ്ഞു. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പോറ്റിയുടെ തലയിലും മാത്രമാണ് ഇരിക്കുന്നത്. പോറ്റി ഇത് ചെയ്തു എന്നും അതിന് ഉത്തരവാദികളായ രാഷ്ട്രീയ നേതാക്കളും ബോർഡ് നേതാക്കളും ഒക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് മൂടി വയ്ക്കുകയായിരുന്നു. ഞാൻ നിങ്ങൾക്ക് തെളിവ് തരാം. കടകംപള്ളി സുരേന്ദ്രൻ ഒരു ചടങ്ങിൽ വെച്ച് ഈ പോറ്റിയെ പ്രകീർത്തിച്ച് പ്രസംഗിക്കുകയാണ്. ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ക്ഷണിച്ചു വരുത്തി ദ്വാരപാലക വിഗ്രഹം കോടീശ്വരന് വിൽക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തവരാണ്. വ്യാജ ചെമ്പുപാളി ഉണ്ടാക്കി മദ്രാസിലേക്ക് അയക്കാൻ കൂട്ടുനിന്നവരാണ്. എന്നിട്ട് ഇതെല്ലാം അറിഞ്ഞിട്ടും ഈ പോറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടി നിന്ന ആളുകളാണ്. ഇപ്പൊ കോടതി ഇടപെട്ടതുകൊണ്ടും കോടതി നേരിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചതുകൊണ്ടും കോടതിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടും മാത്രമാണ് പോറ്റി അറസ്റ്റിലായത്. പോറ്റി മാത്രമല്ല, യഥാർത്ഥത്തിൽ ശരിയായി കൃത്യമായി കേസ് അന്വേഷിച്ചാൽ ഇവരൊക്കെ പൊടുവിനകത്ത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്, ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ,
ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. കെട്ടിട വാടകയും മറ്റും നൽകാത്തതിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ ഒരു വിഭാഗം അംഗൻവാടി ജീവനക്കാർ സമരത്തിൽ. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലെ പുഴയ്ക്കൽ അഡീഷണൽ തൃശൂർ അർബൻ 1 പ്രോജക്റ്റിലെ അംഗൻവാടി ജീവനക്കാരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. 137 അംഗൻവാടികളാണ് ഈ പ്രോജക്റ്റിന് കീഴിലുള്ളത്. ഇതിൽ 59 അംഗൻവാടികളും പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടങ്ങളിലാണ്. എന്നാൽ കഴിഞ്ഞ 7 മാസക്കാലമായി ഇവർക്ക് വാടക ലഭിച്ചിട്ട് ഇതുമൂലം പലയിടങ്ങളിലും ഉടമസ്ഥർ കെട്ടിടമൊഴിയാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇക്കാര്യങ്ങൾ മേലുദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് ആരോപണം. സെന്ററില്ലാതെ വാടകയ്ക്ക് അംഗൻവാടി കൊണ്ടു നടക്കുന്ന ജീവനക്കാരുണ്ട്. അവർക്ക് ഒരു 7-8 മാസത്തോളമായി വാടക കൊടുത്തിട്ടില്ല. ഈ വാടക കൊടുക്കാത്തതിന്റെ പക്ഷത്ത് ഇതിന്റെ ഓണർമാര് അംഗൻവാടി ജീവനക്കാരെ ഇറക്കി വിടുന്ന അവസ്ഥ വന്നിട്ടും നമ്മൾ നമ്മുടെ മേലധികാരികളോട് ഇത് സൂചന കൊടുത്തിട്ടും പറഞ്ഞിട്ടും കത്ത് കൊടുത്തിട്ടും നമുക്ക് ഇന്ന് വരെ നല്ലൊരു രീതിയിലുള്ള മറുപടി കിട്ടിയിട്ടില്ല. 23 വർഷം 24 വർഷമായി ഞങ്ങൾ അംഗൻവാടി ജീവനക്കാരായി തൃശ്ശൂർ കോർപ്പറേഷന്റെ പരിധിക്കകത്ത് പുറമ്പോക്കും സ്ഥലവുമില്ലാത്ത സാഹചര്യത്തിൽ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ 7 മാസക്കാലമായി വാടക ഇല്ലാത്ത സ്ഥിതിയാണ്. പല ഉടമസ്ഥരും ഈ മാസം കൂടി എന്ത് തന്നെയായാലും അംഗൻവാടി ഇനി ഇവിടെ പ്രവർത്തിക്കേണ്ടതില്ല എന്ന തീരുമാനം. മേലുദ്യോഗസ്ഥ പറയുന്നത് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, മുന്നുള്ള ഉദ്യോഗസ്ഥർ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പറയുമ്പോൾ ഉടമസ്ഥർക്ക് റിക്വസ്റ്റ് കൊടുത്തു എന്നുള്ളതല്ല കേൾക്കേണ്ടത്, കൃത്യമായി വാടക ലഭിക്കുക എന്നുള്ളതാണ്. ഈ വാടക കുടിശ്ശികയെ തന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇനി അവിടെ ഉടമസ്ഥരുടെ അനുവാദത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയും. അംഗൻവാടികളുടെ ഭക്ഷണ മെനു പരിഷ്കരണത്തിലും വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. കിട്ടുന്ന ഓണറേറിയം മുടക്കി അംഗൻവാടി പ്രവർത്തനം നടത്തേണ്ട ഗതികേടിലാണ് ജീവനക്കാർ. അംഗൻവാടിയുടെ മെനു പരിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മെനു പരിഷ്കരിച്ചതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്ത് ചെയ്യാനുണ്ട്. ഞങ്ങൾക്ക് ആകെ 13,000 രൂപയാണ് ശമ്പളം കിട്ടുന്നത്. അതിൽ പച്ചക്കറി, അതുമാതിരി നാളികേരം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇടേണ്ടതുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അവർ തിരിച്ചു പോലും തന്നിട്ടില്ല. എങ്ങനെ ചെയ്യേണ്ട രീതി എന്ന് പോലും പറഞ്ഞു തരാതെ ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള മാർഗത്തിലുള്ള പൈസ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പല കാര്യങ്ങൾക്കും അംഗൻവാടിയിലേക്ക് കാര്യങ്ങൾക്ക് ചെലവാക്കാനാണ് ഞങ്ങൾക്കുള്ളൂ. ഇൻസെന്റീവിന്റെ പേരിൽ ചെയ്യിപ്പിക്കുന്ന ജോലികളുടെ ഉൾപ്പെടെ പണം കിട്ടാക്കനിയായി മാറി. ഞങ്ങൾക്ക് ഒരു മാസം പല മീറ്റിങ്ങുകളും നടക്കുന്നുണ്ട്. ഇതിന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് നടത്തുന്നത്. ലാസ്റ്റാണ് പൈസ കിട്ടുന്നത്. അത് മാസങ്ങളോളം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇതുപോലെ തന്നെയാണ് പച്ചക്കറിയുടെ, ഇതുപോലെ കറണ്ട് ബില്ല്, വെള്ളത്തിന്റെ ബില്ല്, വാടക, ഗ്യാസ്. അവസാനം 3-4 മാസം കഴിയുമ്പോഴാണ് ഗ്യാസിന്റെ പൈസ ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇൻസെന്റീവ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് ദിവസേന ഓരോ ജോലികൾ ചെയ്യിക്കുന്നുണ്ട്. പക്ഷെ ഫോണാണെങ്കിൽ വർക്കിംഗ് അല്ല, ഞങ്ങളുടെ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. എന്നാലെങ്കിലും പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. വെള്ളിയാഴ്ച നടന്ന പ്രോജക്ട് മീറ്റിംഗ് ബഹിഷ്കരിച്ച അംഗൻവാടി ജീവനക്കാർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. വിഷയത്തിൽ നടപടിയുണ്ടായില്ലെങ്കിൽ അംഗൻവാടി അടച്ചിട്ടുള്ള സമരം നടത്താനുള്ള തീരുമാനത്തിലാണ് ജീവനക്കാർ. TCV തൃശൂർ. കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവാവ് മരിച്ച സംഭവത്തിൽ ആശുപത്രിക്കെതിരെ കേസെടുത്തു. മരിച്ച ഇല്യാസിന്റെ സഹോദരൻ നൽകിയ പരാതിയിലാണ് കുന്നംകുളം പോലീസ് കേസെടുത്തത്. വെള്ളറക്കാട് ചിറമ്മനേങ്ങാട് സ്വദേശി പൊള്ളൻതറയ്ക്കൽ വീട്ടിൽ 41 വയസ്സുള്ള ഇല്യാസാണ് മരിച്ചത്. ഡോക്ടറുടെ ചികിത്സാ പിഴവിനെ തുടർന്നാണ് മരണമെന്ന് FIR-ൽ പറയുന്നു. തുടർന്ന് സഹോദരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസ് മൊഴി രേഖപ്പെടുത്തിയ ശേഷം ആശുപത്രിക്കെതിരെ കേസെടുത്തു. ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ വേണമെന്ന ബന്ധുക്കളുടെ ആവശ്യത്തെ തുടർന്ന് കുന്നംകുളം തഹസീൽദാരുടെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത്. വ്യാഴാഴ്ചയാണ് ഹെർണിയ അസുഖത്തെ തുടർന്ന് ഇല്യാസ് കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ഡോക്ടറെ കാണാനെത്തിയത്. ഡോക്ടർ തുടർന്ന് ഓപ്പറേഷൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഓപ്പറേഷനിടെ യുവാവ് മരിച്ചതായി ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചു. ഓപ്പറേഷനിടെ ശ്വാസമെടുക്കാനുണ്ടായ ബുദ്ധിമുട്ടാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ അനസ്തേഷ്യ നൽകിയതിലുള്ള അപാകതയാണ് മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. കയ്യബദ്ധം പറ്റിയത് ഡോക്ടർമാർ പറഞ്ഞെന്ന് ബന്ധുക്കൾ അറിയിച്ചു. സംഭവത്തെ തുടർന്ന് ബന്ധുക്കളും ആശുപത്രി അധികൃതരുമായി തർക്കമുണ്ടായി. TCV ന്യൂസ് കുന്നംകുളം. കുന്നംകുളത്ത് നടന്നുവരുന്ന തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയുടെ 2ാം ദിനം സമാപിച്ചപ്പോൾ 124.5 പോയിന്റുമായി ചാലക്കുടി മുന്നിട്ട് നിൽക്കുന്നു. 120 പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല 2ാം സ്ഥാനത്തും 78 പോയിന്റുമായി ചാവക്കാട് 3ാം സ്ഥാനത്തുമാണ്. കായിക കേരളത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ പ്രതിഭകളെ കണ്ടെത്താനുള്ള ജില്ലാ കായികമേളയിൽ 98 ഇനങ്ങളിൽ ജൂനിയർ, സബ് ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി
3600-ലധികം കായിക താരങ്ങളാണ് മത്സരിക്കുന്നത്. മേളയുടെ 2ാം ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 6 മുതൽ തന്നെ ട്രാക്കുകൾ ഉണർന്നു. 2ാം ദിനത്തിലും ഉച്ചതിരിഞ്ഞ് 3:30 വരെ ട്രാക്കിൽ ആധിപത്യം പുലർത്തിയിരുന്ന തൃശൂർ ഈസ്റ്റ് ഉപജില്ലയെ പിന്നിലാക്കിയാണ് ചാലക്കുടി 1ാം സ്ഥാനത്തേക്ക് കുതിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 6:30 ക്രോസ് കൺട്രി മത്സരങ്ങളും ആദ്യ ദിനം മാറ്റിവെച്ച 5 കിലോമീറ്റർ നടത്തമടക്കമുള്ള മറ്റു മത്സരങ്ങളും നടത്തി. ആദ്യ ദിനം കായിക അധ്യാപകരുടെ നിസ്സഹകരണം ഉണ്ടായതുകൊണ്ടാണ് ഷെഡ്യൂൾ ചെയ്ത മത്സരങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ വന്നതെന്നും 2ാം ദിനത്തിൽ അധ്യാപകരുടെ എല്ലാം സഹകരണമുള്ളതുകൊണ്ട് മത്സരങ്ങളെല്ലാം കൃത്യമായി നടത്താൻ കഴിഞ്ഞതായും വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ പറഞ്ഞു. കായിക അധ്യാപകരുടെ സഹകരണം ഉണ്ട് എന്ന് പറഞ്ഞാലും അത് കായികമേളയുടെ നടത്തിപ്പിനെ ബാധിച്ചിട്ടില്ല. കാരണം അങ്ങനെ ബാധിച്ചിരുന്നു വെച്ചെങ്കിൽ ഇത്ര സുഖമായിട്ട് നമുക്ക് നടത്താൻ പറ്റില്ല. ഇന്നിപ്പോൾ യാതൊരുവിധ തടസ്സമില്ല. മത്സരങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനും കഴിയും. മൈതാനത്തെ കനത്ത ചൂട് താങ്ങാനാകാതെ നിരവധി മത്സരാർത്ഥികളാണ് ട്രാക്കിൽ കുഴഞ്ഞു വീണത്. ഉച്ചസമയത്തെ മത്സരങ്ങൾ സിന്തറ്റിക് ട്രാക്കുകൾ നനച്ചാണ് നടത്തിയത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരങ്ങൾ ശനിയാഴ്ച സമാപിക്കും. TCV ന്യൂസ്, തൃശൂർ. ജൂനിയർ ഗേൾസ് ഹൈജമ്പിൽ തൃശൂർ സേക്രഡ് ഹാർട്ട് സ്കൂളിലെ തീർത്ഥ നാനിയും സീനിയർ പെൺകുട്ടികളുടെ ഹാമർ ത്രോയിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ PP ജെന്നിഫറും താരങ്ങളായി. കുന്നംകുളത്ത് നടക്കുന്ന തൃശൂർ റവന്യൂ ജില്ലാ കായികമേളയിൽ ജൂനിയർ ഹൈജമ്പിലാണ് 1.28 മീറ്റർ താണ്ടി തീർത്ഥ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ലോങ് ജംപ്, ഹർഡിൽസ് മത്സരങ്ങളിലും തീർത്ഥ രംഗത്തുണ്ട്. കഴിഞ്ഞ 3 വർഷമായി കോച്ച് പ്രദീപിന്റെ കീഴിൽ ചിട്ടയായ പരിശീലനം നടത്തി വരുന്നുണ്ടെന്നും അച്ഛനും അമ്മയും പിന്തുണയുമായി കൂടെയുണ്ടെന്നും തീർത്ഥ പറയുന്നു. ഞാൻ ലോങ് ജമ്പിൽ ഉണ്ടായിരുന്നു, അതിലൊന്നും കിട്ടിയില്ല. പിന്നെ ഇപ്പോൾ ഹൈ ജമ്പ് ഫസ്റ്റ് കിട്ടി. ഞാൻ 3 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എൻ്റെ അച്ഛൻ, അമ്മ അവർ നല്ല സപ്പോർട്ടാണ്. കായിക അധ്യാപകരും കുഴപ്പമില്ലാതെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സീനിയർ പെൺകുട്ടികളുടെ ഹാമർ ത്രോയിൽ 1ാം സ്ഥാനം നേടിയ ഗുരുവായൂർ ശ്രീകൃഷ്ണയിലെ PP ജെന്നിഫറും കഴിഞ്ഞ 3 വർഷമായി ചിട്ടയായ പരിശീലനങ്ങളിലൂടെയാണ് ഹാമർ ത്രോയിൽ നേട്ടം കൈപ്പിടിയിലൊതുക്കിയത്. ഡിസ്കസ് ത്രോ, ഷോട്ട് പുട്ട് എന്നീ ഇനങ്ങളിലും ജെന്നിഫർ മത്സരിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണയിൽ വന്നതോടുകൂടിയാണ് കായിക മേഖലയിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ചതെന്ന് ജെന്നിഫർ പറഞ്ഞു. ഞാൻ ഹാമർ ത്രോ പരിശീലിച്ചു തുടങ്ങിയത് 3 വർഷമായി. ഞാൻ മുന്നേ വേറെ സ്കൂളിലായിരുന്നു. പിന്നെ ഇക്കൊല്ലാണ് ശ്രീകൃഷ്ണയ്ക്ക് വന്നത്. ശ്രീകൃഷ്ണയ്ക്ക് വന്നപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ട്. നല്ല സപ്പോർട്ടാണ്, വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ്. TCV ന്യൂസ്, തൃശൂർ. ജില്ലാ സ്കൂൾ കായികമേളയിലെ ജൂനിയർ ആൺകുട്ടികളുടെ 5000 മീറ്റർ നടത്തത്തിൽ അരിമ്പൂർ സെന്റ് അൽഫോൺസ സ്കൂളിലെ ശ്രീഹരി സുനിൽകുമാറിന് സ്വർണം. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീഹരി കഴിഞ്ഞ വർഷം മുതൽ നടത്തത്തിൽ പരിശീലനം ആരംഭിച്ചിരുന്നു. കുന്നംകുളത്ത് നടക്കുന്ന ജില്ലാ കായികമേളയുടെ ഭാഗമായി ഒരുക്കിയ വെൽഫെയർ കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനം മത്സരാർത്ഥികൾക്ക് അനുഗ്രഹമായി മാറി. ജില്ലയിലെ വിവിധ അലോപ്പതി, ആയുർവേദ ആശുപത്രികളുമായി സഹകരിച്ചാണ് തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള നടക്കുന്ന കുന്നംകുളം ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മത്സരവേദിയിൽ വെൽഫെയർ കമ്മിറ്റി ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ മത്സരം അവസാനിക്കുന്നതുവരെ 2 ഷിഫ്റ്റുകളിലായി 6 ജീവനക്കാർ സദാസമയം സേവന സന്നദ്ധരായി രംഗത്തുണ്ട്. നാഷണൽ ആയുഷ് മിഷന്റെ സ്പോർട്സ് മെഡിസിൻ വിഭാഗത്തിലേതുൾപ്പെടെ വിവിധ ആശുപത്രികളിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനമാണ് കായികമേള നടക്കുന്ന വേദിയിൽ ഒരുക്കിയിട്ടിരിക്കുന്നതെന്ന് വെൽഫെയർ കമ്മിറ്റി ഓഫീസിന്റെ കോർഡിനേറ്റർ ദീപക് V. ഡൊമിനിക്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബാബു, ഡോക്ടർ വിപിൻ, ഡോക്ടർ സ്മിത എന്നിവർ പറഞ്ഞു. പ്രധാനമായും ഫസ്റ്റ് എയ്ഡുകളും സ്പോർട്സ് മെഡിസിനാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. കുട്ടികൾക്ക് വേണ്ട പ്രഥമ ശുശ്രൂഷ കൊടുക്കുന്നു. അതിനപ്പുറത്തേക്കുള്ള കേസുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അടുത്ത് വരുന്ന മറ്റു ഹോസ്പിറ്റലുകളിലേക്ക് ആംബുലൻസ് സർവീസ് ഉണ്ട്, അതിലൂടെ അങ്ങോട്ട് എത്തിക്കുന്നു. ധാരാളം പരിക്കുകളായിട്ട് കുട്ടികൾ വരുന്നുണ്ട്. ഇഞ്ചുറി ആയിട്ട്, ലിഗമെന്റ് സ്ട്രെയിൻ ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇവർ ഭക്ഷണം കഴിക്കാണ്ട് വന്നിട്ട് തളർന്ന് വീഴുന്നവരുണ്ട്, വൂണ്ടായിട്ട് വരുന്നവരുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒട്ടുമുക്കാൽ പരിക്കുകൾ നമുക്കിവിടെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്പോർട്സ് താരങ്ങളുടെ പരിക്കുകളെല്ലാം തന്നെ ഇവിടെ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. ശനിയാഴ്ച മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ 2.5 മണിക്കൂർ അധിക സമയം ദർശനം ലഭിക്കും. ഉച്ചയ്ക്ക് 2-ന് നട അടച്ചാൽ വൈകിട്ട് 4:30 തുറക്കും. പുലർച്ചെ 3-ന് നട തുറന്നാൽ ഉച്ചതിരിഞ്ഞ് 3 മണിക്കേ അടയ്ക്കൂ. വൈകിട്ട് 4-ന് പതിവ് പോലെ നട തുറന്ന് രാത്രി 9 വരെ ദർശനം തുടരും. അവധി ദിവസങ്ങളിൽ 3:30 തുറക്കും. തിരക്കിൽ കണക്കിലെടുത്ത് തന്ത്രിയുടെ നിർദ്ദേശം പരിഗണിച്ചാണ് ദേവസ്വം ഭരണസമിതി പുതിയ സമയക്രമീകരണം ഏർപ്പെടുത്തിയത്. 2026-ൽ 100-ലധികം സീറ്റുമായി UDF അധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്തുതിപാഠക സംഘങ്ങളായി മാറിയ സർക്കാർ വിലാസം സംഘടനകൾ പിണറായിയുടെ ഡോക്യുമെന്ററി ഉണ്ടാക്കുന്ന തിരക്കിലാണെന്നും വിമർശനം. കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ 3ാമത് സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു പഠനവും കൂടാതെ നടപ്പിലാക്കിയ തീരുമാനങ്ങൾ കാരണം ചരിത്രത്തിലെ ഏറ്റവും വലിയ അവഗണനയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ നേരിടുന്നത്. നികുതി പിരിക്കൽ നടക്കാത്തത് മൂലം ശമ്പളവും ആനുകൂല്യങ്ങളും കിട്ടാതായി. ഏകോപന സർവീസിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ UDF കമ്മിറ്റിയെ നിയോഗിക്കും. ഇത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സംഘടനകളുമായി ആലോചിക്കാതെ, ഇതിനെ സംബന്ധിച്ച് പഠിക്കാതെ, മുന്നൊരുക്കമില്ലാതെ
തയ്യാറെടുപ്പില്ലാതെ ഈ പൊതു സർവീസ് രൂപീകരിച്ചു. ആദ്യം ഗവൺമെന്റിന് വേണ്ടത് ഇതിന്റെ ഇമ്പാക്റ്റ് എന്താണ് സ്റ്റഡി ചെയ്യണം. ആദ്യം പ്രഖ്യാപിച്ചത് നടപ്പാക്കിയതിന് ശേഷമാണ് ഇത് ഇത്രയും മാത്രം പ്രശ്നങ്ങളുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് എന്നുള്ളൊരു തോന്നലുണ്ടായത്. അപ്പം നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, UDF ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിക്കുന്നുണ്ട്. അതിലൊരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുക നിങ്ങൾക്ക് വേണ്ടി. അത് അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കും. അപ്പോൾ UDF ഗവൺമെന്റ് അധികാരത്തിൽ വരും 2026. 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരും. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. അത് UDFന്റെ മാനിഫെസ്റ്റോയിൽ നമ്മൾ പ്രഖ്യാപിക്കും. സർക്കാർ വിലാസം സംഘടനകളുമായി വഴക്കിന് പോവാതെ അഡ്ജസ്റ്റ്മെന്റിൽ നിന്നാൽ മതിയെന്നും, കാരണം മൂന്നാമതും തുടർഭരണം ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ആദ്യം UDFന് വോട്ട് ചെയ്യാൻ പോകുന്നതും അവരാണെന്നും സതീശൻ പരിഹസിച്ചു. ടൗൺഹാളിൽ നടന്ന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. MLA സനീഷ് കുമാർ ജോസഫ്, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്, KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് നൈറ്റോ ബേബി അരിക്കൽ, സ്വാഗത സംഘം ജനറൽ കൺവീനർ KV സുനിത എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. അരിമ്പൂർ കുന്നത്തങ്ങാടിയിൽ ബേക്കറി കുത്തി തുറന്ന് മോഷണം. ഡെയിലി ഫ്രഷ് എന്ന ബേക്കറിയിലാണ് മോഷണം നടന്നത്. മേശവലിപ്പ് കുത്തി തുറന്ന് 4500 രൂപയും കുടുക്കയിൽ സൂക്ഷിച്ചിരുന്ന പണവുമടക്കം 10000 രൂപ നഷ്ടമായി. ബേക്കറിയുടെ പുറകുവശത്താണ് ഉടമ കിടന്നിരുന്നത്. കടയിൽ കിടക്കുന്ന ദിവസം ഉള്ളിൽ നിന്നും കട പൂട്ടുകയാണ് പതിവ്. തല്ലിപ്പൊളിച്ച പൂട്ടും പൊളിക്കാൻ ഉപയോഗിച്ച കമ്പിപ്പാരിയും സമീപത്തു നിന്നും കണ്ടെത്തി. അന്തിക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വരവൂർ മേഖലയിലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം വ്യാപകമാകുന്നു. വരവൂർ കിഴക്കേതിൽ ശ്രീ ധർമ്മശാസ്ത്ര ഭഗവതി കുടുംബക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം വീണ്ടും മോഷണം നടന്നു. 7 വിളക്കുകളും വലിയ ഉരുളിയുമാണ് മോഷണം പോയത്. ക്ഷേത്രത്തിൽ മാസങ്ങൾക്ക് മുൻപ് മോഷണം നടന്നിരുന്നു. അന്ന് പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ആരോപിച്ചു. പേരാമ്പ്ര വിഷയത്തിൽ പോലീസിനും മുഖ്യമന്ത്രിക്കും മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MPയെ അനാവശ്യമായിട്ടാണ് മർദ്ദിച്ചതെന്ന് SP സമ്മതിച്ച ശേഷവും പോലീസ് സ്ഫോടന കേസുണ്ടാക്കി കോൺഗ്രസ് പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുകയാണ്. ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഇരിക്കുന്നിടത്ത് തങ്ങളെത്തും. കേരളത്തിൽ ബംഗാൾ ആവർത്തിക്കരുതെന്നാണ് മുഖ്യമന്ത്രിയോടും പോലീസിനോടും പറയാനുള്ളതെന്നും സതീശൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഷാഫി പറമ്പിൽ MPക്ക് മർദ്ദനമേറ്റതിന് ശേഷം ഒരാവശ്യമില്ലാതെയാണ് പോലീസ് തല്ലിയതെന്ന് SP പോലും അറിയാതെ സമ്മതിച്ച കേസിൽ പോലീസ് ഒരു കള്ള സ്ഫോടന കേസുണ്ടാക്കി കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കന്മാരെയും വേട്ടയാടുകയാണ്. അതിൽ ഷാഫി പറമ്പിലിനെ 1-ാം പ്രതിയാക്കി കോൺഗ്രസ് നേതാക്കന്മാരെ പ്രതിയാക്കി വാദി പ്രതിയാകണ സ്ഥിതിയാണ്. 100 കണക്കിന് പോലീസ് വാനുകളും പോലീസ് ജീപ്പുകളും രാത്രി മുഴുവൻ റോന്ത് ചുറ്റി കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ കടന്നു കയറി നിരപരാധികളായ ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയാണ്. വളരെ ഗൗരവതരമായ സംഭവമാണ് പേരാമ്പ്രയിൽ നടക്കുന്നത്. ഞങ്ങൾ മുഖ്യമന്ത്രിയോടും കേരള പോലീസിനോടും പറയാം, ഇത് വേണ്ട, ബംഗാൾ ആവർത്തിക്കരുത്. കേരളത്തിൽ ഇത് ആവർത്തിച്ചാൽ കേരളത്തിൽ മുഴുവൻ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പോലീസിനോടും പോലീസിലെ ഉന്നതരായ ഉദ്യോഗസ്ഥരോടും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ പരിപാടി നിർത്തണം. ഇല്ലെങ്കിൽ ഞങ്ങൾ വരും അങ്ങോട്ട്. നിങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വരും. ഞങ്ങളെ വരുത്തരുത് എന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്. കുന്നംകുളം വെള്ളറക്കാട് ചിറമനങ്ങാട് സ്വദേശി ഇല്യാസ് കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് DYFI പ്രവർത്തകർ ഇട്ടിമാണി ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. DYFI ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഇട്ടിമാണി ആശുപത്രിക്ക് സമീപത്ത് വെച്ച് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു.
ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സുകന്യ ബൈജു, ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് NS ജിഷ്ണു, ഈസ്റ്റ് ബ്ലോക്ക് ട്രഷറർ KA അഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച അവകാശ സംരക്ഷണ യാത്രയ്ക്ക് തൃശൂരിൽ സ്വീകരണം നൽകി. കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ഡോക്ടർ ജോബി കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റനും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടറുമായ പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ KM ഫ്രാൻസിസ്, രൂപത ജനറൽ സെക്രട്ടറി KC ഡേവിസ്, രൂപത ഡയറക്ടർ ഫാദർ ജിജോ വള്ളുപാറ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ചെട്ടിയങ്ങാടിയിൽ ഇടിമിന്നൽ പോലെ മിന്നിത്തിളങ്ങുന്ന ലൈറ്റ് ഘടിപ്പിച്ച് ബൈക്കോടിച്ചു വന്ന 2 യുവാക്കളെ തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടികൂടി. പത്തനംതിട്ടയിൽ നിന്ന് വന്ന അശ്വിനും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന വാഹനമാണ് പിടികൂടിയത്. വാഹനത്തിന്റെ പിന്നിലെ നമ്പർ പ്ലേറ്റ് മടക്കി വയ്ക്കാവുന്ന തരത്തിലുള്ളതായിരുന്നു. ലൈറ്റ് ഓൾട്ടർ ചെയ്തതിനും നമ്പർ പ്ലേറ്റിനും റിയർവ്യൂ മിറർ, സാരി ഗാർഡ് എന്നിവയില്ലാത്തതിനും ചേർത്ത് 9,250 രൂപ പിഴ ഈടാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിലെ സംവരണ നറുക്കെടുപ്പ് അവസാന ഘട്ടത്തിൽ. തൃശൂർ കോർപ്പറേഷനിലെ നറുക്കെടുപ്പ് ശനിയാഴ്ച കൊച്ചിയിൽ നടക്കും. കഴിഞ്ഞ ദിവസം തൃശൂർ ജില്ലയിലെ 7 നഗരസഭകളിലെ നറുക്കെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. ജില്ലയിൽ 86 പഞ്ചായത്തുകളിലായി 907 വാർഡുകൾ സംവരണ വാർഡുകളായി തെരഞ്ഞെടുത്തു. വനിതാ, പട്ടികജാതി സ്ത്രീ, പട്ടികവർഗ സ്ത്രീ, പട്ടികവർഗ സംവരണം എന്നിവയ്ക്കുള്ള വാർഡുകളാണ് നറുക്കെടുപ്പിലൂടെ തീരുമാനിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥന്റെ പരാതിയിൽ ബസ്സിനെതിരെ നടപടിയെടുക്കാൻ ചെന്ന MVD ഉദ്യോഗസ്ഥർക്ക് നേരെ കയ്യേറ്റ ശ്രമം. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന തോംസൺ ബസ്സിലെ കണ്ടക്ടറും ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്ന മറ്റ് ബസ് തൊഴിലാളികളുമാണ് ഉദ്യോഗസ്ഥർക്ക് നേരെ തട്ടിക്കയറിയത്. യാത്രക്കാരെ പാതി വഴിയിൽ ഇറക്കിവിട്ടുവെന്ന പരാതിയിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷണത്തിനെത്തിയത്. തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം വാഹനം പിടിച്ചെടുത്തു. പരിശോധനയിൽ വാഹനത്തിൽ എയർ ഹോൺ ഘടിപ്പിച്ചതായും ലൈസൻസ് ഇല്ലാതെ ആളെ കണ്ടക്ടറായി ജോലിക്ക് വെച്ചതായും ലൈസൻസ് കാലാവധി കഴിഞ്ഞയാളെ ഡ്രൈവറായി വെച്ചതായും കണ്ടെത്തി. ബസ് ജീവനക്കാർക്കെതിരെ കേസെടുത്ത മോട്ടോർ വാഹന വകുപ്പ് 27,750 രൂപ പിഴ ചുമത്തി. അഭിനയ ജീവിതത്തിൽ 50 വർഷങ്ങൾ പിന്നിടുന്ന നടൻ TG രവിയെ ആദരിക്കാൻ ജന്മനാട്. രവി നടനം അറ്റ് 50 എന്ന പേരിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് ശനി, ഞായർ ദിവസങ്ങളിലായി പൂച്ചട്ടി AKM സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 4-ന് ഘോഷയാത്രയും തുടർന്ന് അനുമോദന സദസ്സും നടക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പിന്നണി ഗായിക സിതാര കൃഷ്ണകുമാർ നയിക്കുന്ന സംഗീത നിശ്ചയം അരങ്ങേറും. ഞായറാഴ്ച വൈകിട്ട് നടത്തറ പഞ്ചായത്ത് പരിധിയിലെ വീരനാട്യ സംഘങ്ങളുടെ മത്സരവും നാടക പ്രവർത്തകരെ ആദരിക്കലും നടക്കും. പിന്നീട് തൃശൂർ സത്കമയെ അവതരിപ്പിക്കുന്ന സൈറൺ എന്ന നാടകവും അരങ്ങേറും. മന്ത്രി K രാജൻ ചെയർമാനും നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് കൺവീനറുമായ സംഘാടക സമിതിയാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. അഭിനയരംഗത്തൊക്കെയുള്ള പ്രശസ്തരായ ആളുകളെല്ലാം പങ്കെടുക്കുന്ന വിധത്തിൽ ആയിരക്കണക്കിന് ആളുകളുടെ വലിയ പരിപാടിയാണ് രവിയേട്ടൻ്റെ ജന്മനാട് കൊടുക്കാൻ തീരുമാനിക്കുന്നത്. TG രവി ജന്മനാടിന് എത്രമാത്രം പ്രിയപ്പെട്ടവനാണെന്ന് അഭിനയ ജീവിതത്തിൻ്റെ 50-ാം വർഷം അദ്ദേഹം മലയാള സിനിമാ രംഗത്തും നാടകരംഗത്തും സംവിധായകൻ എന്ന രംഗത്തും രചയിതാവ് എന്ന രംഗത്തും എല്ലാം വരിച്ചിട്ടുള്ള മഹനീയമായിട്ടുള്ള മാതൃകകൾ ഇവിടെ അവതരിപ്പിക്കപ്പെടും. BK ഹരിനാരായണൻ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക സ്വാഗത ഗാനത്തോടു കൂടിയാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന ആദര സമ്മേളനത്തിന് ഔപചാരികമായിട്ടുള്ള തുടക്കം കുറിക്കുക. അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ അദ്ദേഹത്തിന് നൽകുന്ന ഏറ്റവും വലിയൊരു ആദര പരിപാടിയായിട്ട് ഇത് മാറും. അന്നമനട പഞ്ചായത്തിലെ കല്ലൂർ ചന്ത ഇടശ്ശേരി റോഡ് ടൈൽ വിരിച്ച് പുനർനിർമ്മാണം നടത്തിയതിൽ അഴിമതി എന്ന ആരോപണത്തെ തുടർന്ന് വീണ്ടും പൊളിച്ചു. അഴിമതി ആരോപിച്ച് വിജിലൻസിൽ നാട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്നാണ് റോഡിൽ വിരിച്ച ടൈലുകൾ പൊളിച്ചു നീക്കിയത്. പൊളിച്ച ഭാഗം പുനർനിർമ്മാണം ആരംഭിച്ചെങ്കിലും പൊളിച്ച ശേഷം വീണ്ടും ടൈൽ വിരിക്കുന്നതും ക്രമവിരുദ്ധമായാണെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഇക്കാര്യം ഹാർബർ വിഭാഗം ഉദ്യോഗസ്ഥരെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. റോഡ് പുനർനിർമ്മാണത്തിൽ വ്യാപകമായ അഴിമതി നടന്നതിന് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തുവെന്ന് ആരോപിച്ചാണ് നാട്ടുകാർ വിജിലൻസ് ഡെപ്യൂട്ടി സൂപ്രണ്ടിന് പരാതി നൽകിയിരുന്നത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ചേറ്റുവ സബ് ഡിവിഷന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം നടത്തിയത്. ടൈൽ വിരിച്ച് 1 വർഷമായപ്പോൾ റോഡ് തകർന്ന അവസ്ഥയിലായിരുന്നു. നിർമ്മാണത്തിനിടയിൽ തന്നെ ടൈൽ തകർന്നതും അപാകതയും നാട്ടുകാരും പൊതുപ്രവർത്തകരും ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരും കരാറുകാരനും അനാസ്ഥ കാണിച്ചുവെന്നായിരുന്നു ആക്ഷേപം.
റോഡിലൂടെ സൈക്കിൾ പോയാൽ പോലും ടൈൽ ഇളകിയതിന്റെ ശബ്ദമാണ് ഉണ്ടായിരുന്നത്. ടൈൽ പാകുന്നതിന് മുന്നോടിയായി ചെറിയ മെറ്റൽ വിരിച്ചിട്ടില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. 2024 ജൂൺ മാസത്തിൽ കരാറെടുത്ത നിർമ്മാണം തുടങ്ങിയത് സെപ്റ്റംബറിലായിരുന്നു. 5 വർഷത്തെ ഗ്യാരണ്ടിയിൽ നിർമ്മിച്ച റോഡ് മാസങ്ങൾക്കുള്ളിൽ തകർന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് കഴിഞ്ഞ 8 മാസമായിട്ട് ഈ പണി തുടങ്ങിയിട്ട് 4ാമത്തെ പ്രാവശ്യമാണ് ഇത് പൊളിച്ചു പണിയുന്നത്. ഞങ്ങളുടെ ഒരു അവസ്ഥ ഈ നാട്ടിലെ നിങ്ങൾ എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കണം. ഇത് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ടാറിങ് മുഴുവൻ മാറ്റണം, എന്നിട്ട് നല്ല രീതിയിൽ പണി ചെയ്യണം, ഇനി ഇവിടെ ബുദ്ധിമുട്ടുണ്ടാവരുത്, ഒരു 10-15 വർഷത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, ഇതൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തത്. പക്ഷേ അവർ നല്ല രീതിയിൽ അവർ പണി ചെയ്തില്ല. ആവശ്യത്തിന് ബേബി മെറ്റൽ ചേർത്തില്ല. അത് മാത്രമല്ല ഈ കട്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ പോയിട്ട് പരിശോധിക്കാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം AXC വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ കട്ടയുടെ നിലവാരത്തെക്കുറിച്ച് ചോദ്യം ചെയ്തു. ഇതിന് ഗ്രിപ്പില്ല, ഒന്നുമില്ല. വർക്ക് ചെയ്യുന്ന സൂപ്പർവൈസർ പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഈ സാധനം എടുത്തേന്ന്. റോഡിൽ ടൈൽ വിരിച്ചത് പൂർണ്ണമായി നീക്കി വീണ്ടും നിർമ്മാണം നടത്തണമെന്നും സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തതിലെ അഴിമതി അന്വേഷിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. 500 മീറ്റർ റോഡ് ടൈൽ വിരിച്ചതിന് 33.50 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. നിർമ്മാണത്തിലെ അഴിമതിയും ക്രമക്കേടും സംബന്ധിച്ച് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നേരത്തെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനാലാണ് വിജിലൻസിനെ സമീപിച്ചത്. TCV ന്യൂസ്, മാള. ജനകീയ ആസൂത്രണ പ്രസ്ഥാനം 3 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ നഷ്ടമാകുന്ന ജനകീയ മുഖം വീണ്ടെടുക്കേണ്ടതുണ്ടെന്ന് തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷീല വിജയകുമാർ പറഞ്ഞു. സെക്യുലർ തദ്ദേശ ഭരണവും സാമൂഹിക ജീവിതത്തിന്റെ വീണ്ടെടുപ്പും എന്ന വിഷയത്തിൽ സെക്യുലർ ഫോറം തൃശൂരിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നവർ. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ M. ഹരിദാസ് മോഡറേറ്ററായിരുന്നു. നിപ്പർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ C. ചന്ദ്രബാബു, കില മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ മാത്യു ആൻഡ്രൂസ് എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. സെക്യുലർ ഫോറം ചെയർമാൻ ED ഡേവിസ്, ജനറൽ കൺവീനർ T. സത്യനാരായണൻ, TN ദേവദാസ്, GB കിരൺ തുടങ്ങിയവർ സംസാരിച്ചു. സമൂഹത്തെ ഗ്രസിക്കുന്ന ലഹരിക്കെതിരെയുള്ള ദൗത്യം ഒരു വിദ്യാർത്ഥിനി ഏറ്റെടുക്കുന്ന പ്രമേയവുമായി സർപ്രൈസ് എന്ന ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുന്നു. തൃശൂർ സിറ്റി പോലീസിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് ലോക വിദ്യാർത്ഥി ദിനത്തിൽ സർപ്രൈസ് റിലീസ് ചെയ്തത്. ലഹരിക്കെതിരെ ഒരു കുട്ടിക്ക് എങ്ങനെ പ്രതികരിക്കാനാവുമെന്ന് കാണിച്ചു തരികയാണ് ഈ ഹ്രസ്വ സിനിമ. സ്കൂളിലെ ബോധവൽക്കരണ ക്ലാസ്സിൽ ലഹരിക്കെതിരെയുള്ള പോലീസ് ആപ്പ് യോദ്ധാവിനെ കുറിച്ചറിഞ്ഞ വിദ്യാർത്ഥിനി യോദ്ധാവിലേക്കുള്ള നമ്പർ ഉപയോഗിച്ച് ലഹരി വിൽപ്പനക്കാരെ കൊടുക്കുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. മുതിർന്ന ആളുകൾ ചെയ്യാൻ മടിക്കുന്ന കാര്യം കുട്ടികൾ വിചാരിച്ചാൽ പലപ്പോഴും അനായാസമാകുമെന്നതിന് ഉദാഹരണം കൂടിയാണ് ഈ സിനിമ. തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡിൽ പ്രമുഖ ശില്പി ഡാവിഞ്ചി സുരേഷ് നിർമ്മിച്ച ലഹരി ഭീകരന്റെ ശില്പവും സന്ദർഭത്തിന് യോജിച്ചതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ദേശ്മുഖിന്റെ സന്ദേശവും സിനിമയിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും മയക്കുമരുന്ന് ബന്ധപ്പെട്ട ഇൻഫോർമേഷനോ വിവരങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ യോദ്ധാവ് ഫോൺ ഹെൽപ്പ് ലൈൻ 99599666 ഈ ഫോൺ നമ്പറിൽ അറിയിക്കുക. നിങ്ങൾ പറഞ്ഞ ഇൻഫോർമേഷന് പോലീസ് രഹസ്യമായി അത് അന്വേഷിക്കും. പിന്നെ അതിന്റെ പ്രത്യേകം എല്ലാ കാര്യങ്ങൾ പിടിക്കും. പേടിക്കേണ്ട, കേരള പോലീസ് എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. അന്തർദേശീയ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയ ഷെയ്ഡ്, ലുഡോസ് ഹാർട്ട്, ദി സ്റ്റുഡന്റ് എന്നീ ഹ്രസ്വ സിനിമകളുടെ സംവിധായകൻ അവണിശ്ശേരി സ്വദേശി സുധീഷ് ശിവശങ്കരനാണ് സർപ്രൈസ് സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമയിൽ വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് വിദ്യാർത്ഥിനി പ്രണയയുടേത്. നമ്മുടെയൊക്കെ വീട്ടിലുള്ളൊരു ഫോൺ മതി, ഒരൊറ്റ മൊബൈൽ ഫോൺ. നമ്മൾ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും പ്രണയ. പുസ്തകത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ധനീഷ് ഹരിദാസും അനുമോദ് മാധവനും ചേർന്നാണ് നിർമ്മാണം. നിതിൻ മോഹൻ ക്യാമറ, ധനീഷ് ഹരിദാസ് ദൃശ്യ സംയോജനം, M. വിനയൻ സംഗീതം എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ. TCV തൃശൂർ. മാള പൂപ്പത്തിയിൽ കള്ളുചെത്ത് തൊഴിലാളിയെ തെങ്ങിന്റെ ചുവട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പൂപ്പത്തി മാരിക്കൽ കരിപ്പാത്ര ശശിയാണ് മരിച്ചത്. തെങ്ങിൽ നിന്ന് വീണതാണെന്ന് സംശയിക്കുന്നു. മാള പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മുളങ്കുന്നത്തുകാവ് പഞ്ചായത്ത് 10ാം വാർഡിലെ നവീകരിച്ച അരങ്ങഴിക്കുളം നാടിന് സമർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു.
പഞ്ചായത്ത് പ്രസിഡന്റ് KJ ദേവസി അധ്യക്ഷത വഹിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, മുളങ്ങുന്നത്തുകാവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെറീന ബാബു തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറീസ് എല്ലാവരെയും പ്രത്യേകമായി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്താണ്. ഈ 4 ഫണ്ടുകളെല്ലാം നിർമ്മാണം നിർവഹിച്ച കോൺട്രാക്ടർ പ്രാദേശിക സർക്കാരുകൾ. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,170 രൂപ, പവന് 97,360 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. വികസനമെന്ന മുദ്രാവാക്യം BJP മുന്നോട്ട് വയ്ക്കുമ്പോൾ വിനാശകരമായ മുദ്രാവാക്യങ്ങളാണ് LDFും UDFും മുന്നോട്ട് വയ്ക്കുന്നതെന്ന് BJP ജനറൽ സെക്രട്ടറി MT രമേശ്. സംഗീത സംവിധായകൻ ഔസേപ്പച്ചനും ഇടതു സഹയാത്രികൻ ഫക്രുദ്ദീൻ അലിയും BJP വേദിയിൽ. പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് ആരംഭിച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് നിബന്ധനകളോടെയാണ് ടോൾ പിരിവ് പുനരാരംഭിച്ചത്. ടോൾ പിരിവ് ആരംഭിച്ചത് 72 ദിവസത്തിന് ശേഷം. KPCC പുനഃസംഘടനയിൽ സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കാത്തതിൽ വിഷമമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. K മുരളീധരന്റെ അതൃപ്തിയിൽ താൻ അഭിപ്രായം പറയാനില്ലെന്നും VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തന്നെ കുടുക്കിയെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി. സ്വർണ്ണപ്പാളി മോഷണം പോയത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ അറിവോടെയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കെട്ടിട വാടക നൽകാത്തതിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ ഒരു വിഭാഗം അംഗൻവാടി ജീവനക്കാർ സമരത്തിൽ. പുഴയ്ക്കൽ അഡീഷണൽ തൃശൂർ അർബൻ 1 പ്രോജക്റ്റിലെ അംഗൻവാടി ജീവനക്കാരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവാവ് മരിച്ച സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഡോക്ടറുടെ ചികിത്സാ പിഴവിനെ തുടർന്നാണ് മരണമെന്ന് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള 124.5 പോയിന്റുമായി ചാലക്കുടി മുന്നേറ്റം തുടരുന്നു. 120 പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല 2ാം സ്ഥാനത്ത്. കായികമേള ശനിയാഴ്ച സമാപിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണ.